ഈ ബോളിൻ്റെ പ്രത്യേകത എന്താ മനസ്സിലായോ? ഇത് നമ്മളെ സാധാ ടെന്നീസ് ബോളാണ്. എടാ അത് ഡ്രോപ്പ് ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരാധകരൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എവിടെ വീഡിയോ ആണ്, ഇപ്പോൾ വീഡിയോ ഒന്നും കാണില്ലല്ലോ എന്നൊക്കെ. വേറെ ഒന്നുമല്ല, നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഏതെങ്കിലുമൊക്കെ പോകുന്നതും അങ്ങനത്തെ സംഗതികളൊക്കെ അല്ലേ. നമ്മൾ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യണമല്ലോ, അപ്പോൾ നമുക്ക് കണ്ടൻറ്റിൻ്റെ ക്ഷാമമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താ വെച്ചാൽ ക്രിക്കറ്റാണ്. ഞങ്ങളിവിടെ ഒഴിവ് സമയങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു വർഷം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിനി. പക്ഷേ ഇപ്പോഴത്തെ ക്രിക്കറ്റ് എന്താ വെച്ചാൽ വേറൊരു ടീമായിട്ട് ഞങ്ങൾ ഇന്ന് മാച്ച് കളിക്കലാണ്. അപ്പോൾ നല്ല അടിപൊളി കളിയാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. നല്ല അടിപൊളി ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെ ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെയൊക്കെ ഫ്ലാറ്റ് ഉണ്ട്. പക്ഷേ ആർക്കും കളിക്കാൻ സമയമില്ല. ഇതൊക്കെ ഇവിടുത്തെ ഫ്ലാറ്റത്തെ ഓരോ കുട്ടികളാട്ടോ. ഇങ്ങനെയൊക്കെ 1-2 കുട്ടികൾ കളിക്കാണ്ടാവും നല്ലതേ. നമ്മളെ നാട്ടിലത്തെ മാതിരി ആൾക്കാരുണ്ടാവില്ല. അപ്പം ഞാൻ കളിക്കാർക്ക് വന്നിട്ട് കാട്ടിത്തരാം. ഇതാണ് ഞങ്ങളെ കോച്ച് കേട്ടോ. ആദ്യ ബോളിൽ ഔട്ടാവും. പക്ഷേ കോച്ച് മൂപ്പരാണ്. അങ്ങനെ ഓരോരുത്തർ വന്നെത്തിയിട്ടുണ്ട്. ഇവന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണമല്ല കേട്ടോ, ഈ സ്റ്റെമ്പ് പിടിച്ച ചെക്കനല്ലേ, ഇവനാണ് ഞങ്ങൾ സ്റ്റെമ്പിൻ്റെ ഓണർ. ഹലോ പറയൂ. ഇവന് സ്റ്റെമ്പില്ലോണ്ട് ഇവൻ തന്നെ കൊണ്ടുപോകും, ഇവൻ തന്നെ ആദ്യം ഇറങ്ങും, ഇവൻ തന്നെ ആദ്യം ബോൾ ചെയ്യും. അങ്ങനത്തെ ഒരു ടീമാണ്. ഓനാണല്ലോ ഓണർ. അപ്പോൾ അടുത്ത ടീം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 8:30 കേട്ടോ. അങ്ങനെ ഓപ്പോസിറ്റ് ടീം വന്നിട്ടോ. ഇവർ അടിപൊളി ടീമാണ്. അതായത് ഞങ്ങളുടെ ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് നല്ല കളിക്കാനറിയാം. അധിക ദിവസം ഇവർ തന്നെയാണ് ജയിക്കൽ, ഇല്ല പറയണല്ലോ. ഇതാണിപ്പം ബോൾ കേട്ടോ. ഈ ബോളിൻ്റെ പ്രത്യേകത എന്താ മനസ്സിലായോ? ഇത് നമ്മളെ സാധാ ടെന്നീസ് ബോളാണ്. അതിന് നമ്മൾ ടേപ്പ് ചുറ്റലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എല്ലാ ബോളും 6 അടിക്കാന്നുള്ളൊരു ഇതിൽ വരും. ഇത് കുറച്ച് ഹാർഡായിട്ട് കിട്ടും ഇങ്ങനെ ടേപ്പ് ചുറ്റുന്നുണ്ട്. അപ്പോൾ ഫുള്ളിങ്ങനെ ടേപ്പ് ചുറ്റിയ ബോളൊക്കെ ഉണ്ടാകുക. ഈ വന്ന ടീം ഫുള്ള് പല രാജ്യത്തില്ല കേട്ടോ. ഇന്ത്യ, പാകിസ്ഥാൻ. ഇപ്പം പാകിസ്ഥാനാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പാകിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളാണ് കൂടുതലും ക്രിക്കറ്റ് കളിക്കട്ടോ. ഇവിടെ നല്ല പൊതുവെ നമ്മൾ ഈ ഗൾഫ് രാജ്യത്തൊക്കെ ഇവരാണല്ലോ കൂടുതൽ. കളി തുടങ്ങിട്ടോ. ഫസ്റ്റ് ബോൾ ഇവര് നല്ല അടിപൊളി ബോളിങ്ങാണ്. 2-3 ബോൾ കാണട്ടോ. പിന്നെ ഫുള്ള് ഇത് തന്നെയല്ലേ, ബോൾ ചെയ്യുക, ബാറ്റ് ചെയ്യുക. നല്ല അടിപൊളി വൈബാണ്. ഇതിപ്പോൾ സ്പിന്നിൻ്റെ മാച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ എന്താ പറയുക, ഫാസ്റ്റ് ബോളും സ്പിൻ ബോളും ഏതാണ് നമുക്ക് പറ്റണമൊക്കെ ചെയ്യാം. നമ്മളെ നാട്ടിലൊക്കെ കളിക്കുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ഫാസ്റ്റ് ബോളിങ് ഉണ്ടാവില്ല, സ്പിന്നിൻ്റെ മാച്ച് എന്നാ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ. വൈഡിനൊക്കെ റണ്ണുണ്ട് കേട്ടോ. നിയമങ്ങളൊക്കെ എങ്ങനെയാണെന്നോ, ഈ ഗ്രില്ലില്ല, അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഔട്ടാട്ടോ. അതായത് സ്ട്രൈറ്റ് ആയിട്ട് 6 ആയിക്കാണ്ട് പോയാൽ മാത്രമാണ് ഔട്ടില്ലാത്തുള്ളൂ. അല്ലാത്ത അപ്പുറപ്പുറമൊക്കെ ഔട്ടാണ്. നമ്മളെ നാട്ടിലത്തെ അതേ നിയമങ്ങളാണ്. ബാറ്റിംഗ് അടാ സൂപ്പർ. ഇത് 6 കേട്ടോ. ഇപ്പോൾ ഈ പോക്ക് ഇപ്പുറത്ത് കൂടെയാണ് പോയതെന്നുണ്ടെങ്കിൽ ഔട്ടേക്കാനോ. ഈ ലൈറ്റിൻ്റെ ഇവിടെ ലൈറ്റാണല്ലോ, ഈ ലൈറ്റും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഔട്ടാണ്.
ഔട്ടായടാ, കുറ്റിക്കൊണ്ടോ? ഇവൻ ഔട്ടായിട്ടോ, ഒരു 6 അടിച്ചുകൊണ്ട് ഔട്ടായി. ഇപ്പം മലയാളി കേട്ടോ, ഇപ്പം വിസിറ്റിങ്ങിലാണ്. വിസിറ്റിങ്ങിൽ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആക്കരുത്. നാട്ടിൽ നിന്ന് വന്ന ആ ദുഃഖം മാറാൻ ഇവിടുത്തെ ഇങ്ങനത്തെ കളികൾ സഹായിക്കും. ആ കുറച്ച് മലയാളികളുള്ളൂ കേട്ടോ, എന്നെയും കൂട്ടി ഇപ്പം ഇതിൽ മൂന്ന് മലയാളികളുള്ളൂ. ഇത്രയും ആൾക്കാർ ഇല്ല കേട്ടോ. ഈ ബാറ്റ് നിൽക്കുന്നത് മലയാളി തന്നെയാണ്. വൈഡ് അമ്പയറൊക്കെ ഉണ്ട് കേട്ടോ. അമ്പയറാണ് ഈ ട്രൗസറും ഓരോ ജേഴ്സി മാതിരി ഇട്ട് നിൽക്കുന്നത്. ബംഗ്ലാദേശി അമ്പയറാണ്. എടാ അത് ഡ്രോപ്പ് ചെയ്യും. അയ്യടാ ഔട്ടായി. बॉलिंग कोई नहीं कोई दिक्कत नहीं। कोई नहीं कोच, इस बार आएगा उड़ेगा बॉल। गुड रनिंग कोच। झूठ से मारो यार। ओवर बेटा, बॉल को देख लो भाई साहब। അങ്ങനെ കളി കഴിഞ്ഞ് പോവാണ് കേട്ടോ. നല്ലൊരു ഇതായിരുന്നു ഇന്നത്തെ കളി. ഏതെന്ന് ചോദിക്കരുത്. ഒരു കളിയിൽ ഞങ്ങൾ ജയിച്ചു, ഒരു കളിയിൽ അവരും ജയിച്ചു. ഞങ്ങൾ ജയിക്കൽ വളരെ റയറാണ് കേട്ടോ. പക്ഷെ എന്തെന്താണ് ഒന്ന് ഞങ്ങൾ ജയിച്ചിക്കണേ. അവർ അടിപൊളി ടീമാണ്. എല്ലാവർക്കും നല്ല ഫീൽഡിങ്ങും നല്ല ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ അറിയാം. ഞങ്ങൾ മോശമൊന്നുമല്ല, പക്ഷേ അവരത്ര അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഈവനിങ്ങത്തെ വൈബ് കേട്ടോ. 2 കളി കളിച്ചു, 1.5 മണിക്കൂറായിട്ട് 2 കളി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.